അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കേസ് ഹിസ്റ്ററി തയ്യാറാക്കി ഈ ആഴ്ച തന്നെ കണ്ണൂർ ജില്ലാ കളക്ടർക്ക് കൈമാറും. ജില്ലാ പോലീസ് മേധാവി നൽകുന്ന റിപ്പോർട്ട് പരിഗണിച്ച് കളക്ടർ അന്തിമ തീരുമാനമെടുക്കും. അതിനിടയിൽ കഴിഞ്ഞ ബുധനാഴ്ച തന്നെ അർജുൻ കണ്ണൂരിലെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. സുഹൃത്ത് പ്രണവ്, ബന്ധു കുട്ടൻ എന്നിവർക്കൊപ്പമായിരുന്നു അർജുൻ തളിപ്പറമ്പിലെ ലോഡ്ജിൽ എത്തിയത്. 6-ാം തീയതി രാത്രിയാണ് ഇവർ എത്തിയത്. അർജുൻ ആയങ്കിയെ സഹായിച്ചവർക്കായും അന്വേഷണം ഊർജിതമാണ്. നിഖിൽ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. അർജുൻ ആയങ്കി അങ്ങനെ പിടിയിലായി, അറസ്റ്റിലാണ്, ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ തുടക്കമായിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഇത്രയും നാൾ പോലീസിനെ കബളിപ്പിച്ച് എവിടെ ഇരുന്നു, ഇയാൾക്ക് ആരൊക്കെ സഹായം ചെയ്തു എന്നതിലാണ് ഇനി കൃത്യമായ ഉത്തരം ലഭിക്കേണ്ടത്. ആ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കാനിടയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിഖിൽ? ഒപ്പം തന്നെ അർജുൻ ആയങ്കിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷമുണ്ടായ പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും പോലീസിനെ വട്ടം കറക്കിയ അർജുൻ ആയങ്കിക്ക് എവിടെ നിന്നൊക്കെ സഹായം ലഭിച്ചു എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അത് ഒളിത്താവളങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലും പിന്നീട് ഒരിടത്ത് നിന്ന് അടുത്തയിടത്തേക്ക് ഇങ്ങനെ ഒളിത്താവളം മാറി മാറി പോകുന്നതിനും സഹായം ചെയ്തവർ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിലാണ് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത്. ഇത്തരത്തിൽ അർജുനെ സഹായിച്ച പരമാവധി ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും വിവരങ്ങൾ തേടുകയും ചെയ്യും ഇനി അങ്ങോട്ടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ കൂത്തുപറമ്പ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ അർജുനെതിരെയുള്ള കേസുകളുടെ എണ്ണവും അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ നൽകിയിരുന്നു. ഈ കേസ് ഹിസ്റ്ററി ഇപ്പോൾ പോലീസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറും. ഈ നിലവിൽ 23 കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ ഉള്ളത്. അതിൽ 2017-ലും 2015-ലും രജിസ്റ്റർ ചെയ്ത 9 കേസുകൾ അർജുൻ്റെ നാട് ഉൾപ്പെടുന്ന വളപട്ടണം പോലീസ് സ്റ്റേഷനിലാണ്. ഒപ്പം കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലും കണ്ണൂർ ടൗൺ സ്റ്റേഷനിലും 2 വീതം കേസുകളുണ്ട്. തൃശ്ശൂരിലും കോട്ടയത്തും റെയിൽവേ പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട്. അങ്ങനെ എല്ലാ കേസുകളുടെയും വിവരങ്ങൾ, കേസുകളുടെ സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിഗണിച്ചായിരിക്കും ആ റിപ്പോർട്ട്. അത് ജില്ലാ പോലീസ് മേധാവി പിന്നീട് കലക്ടർക്ക് നൽകുകയും കലക്ടർ കാപ്പ ചുമത്തുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് കാപ്പ ചുമത്തുന്നതിൻ്റെ രീതി. അതിനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഈ അർജുൻ ആയങ്കി വന്ന വഴി ഏതാണ് എന്നുള്ളതാണ്. ഇന്നലെ വളരെ സാഹസികമായാണ് അർജുൻ ആയങ്കിയെ പിടികൂടിയത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാനത്താകെയും അർജുൻ ആയങ്കിക്ക് വേണ്ടി ഈ ഇത്തരത്തിലുള്ള വലിയ തെരച്ചിൽ പോലീസ് നടത്തുമ്പോഴും ഈ പറഞ്ഞ കഴിഞ്ഞ 2 ദിവസവും, അതായത് 5-ാം തീയതി മുതൽ ഇങ്ങോട്ട് അർജുൻ കണ്ണൂരിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. 5-ാം തീയതി ബുധനാഴ്ചയാണ് അർജുൻ കണ്ണൂരിലേക്ക് എത്തുന്നത്. അതിനുശേഷം 6-ാം തീയതി ഈ ഒരു കാറിൽ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അർജുൻ ആയങ്കി സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അന്ന് സുഹൃത്തായ പ്രണവും ബന്ധുവായ കുട്ടനും അർജുനൊപ്പം ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഈ സോളാർ പാനലുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകളാണ്. കണ്ണൂർ ജില്ലയിൽ വിവിധയിടങ്ങളിൽ, അതായത് സ്ഥലങ്ങൾ എടുത്തു പറഞ്ഞാൽ തോട്ടട, മട്ടന്നൂർ, ചാലോട്, ഈ 3 ഇടങ്ങളിൽ ഉൾപ്പെടെ ഈ 2 പേരും ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായി കാറിൽ പോയിട്ടുണ്ട്. ഈ സമയത്തൊക്കെയും അർജുൻ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവർ അതാത് സൈറ്റുകളിൽ, വർക്ക് സൈറ്റുകളിൽ ജോലി ചെയ്യുന്ന സമയത്ത് അർജുൻ ഈ കാറിൽ തുടരുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തളിപ്പറമ്പിലെ ലോഡ്ജിൽ 2 ദിവസം അർജുൻ തങ്ങി എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അതിൽ വ്യക്തത വരുന്നുണ്ട്. തളിപ്പറമ്പ് ലോഡ്ജിൽ 6-ാം തീയതി രാത്രിയാണ് അർജുൻ എത്തുന്നത്. 7-ാം തീയതിയും 8-ാം തീയതി ഉച്ചവരെയും ഇതേ ലോഡ്ജിൽ, തളിപ്പറമ്പ് നഗരത്തിലുള്ള ഇതേ ലോഡ്ജിൽ അർജുൻ തങ്ങുന്നുണ്ട്. അവിടേക്ക് പോലീസ് എത്തുന്നു എന്ന സൂചന ലഭിച്ചതിന് പിന്നാലെയാണ് പിന്നീട് അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ പയ്യന്നൂരിലേക്ക് പോകുന്നതും ഇന്നലെ നമ്മൾ കണ്ടതുപോലെ അർജുൻ പിടിയിലാകുന്നതും. ഏതായാലും ഈ ആഭ്യന്തരമന്ത്രിയും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ പറയുന്നത് പോലെ ഈ ഗുണ്ടായിസം അല്ലെങ്കിൽ ഇത്തരം ആക്ടിവിറ്റികളുമായി മുന്നോട്ട് പോകുന്ന ആളുകളോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന സമീപനം ഇന്നലെ ഇവരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടതാണ്.
പോലീസാണ്. ആ രീതിയിലുള്ള തുടർ നടപടികളിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് അർജുൻ ആയിങ്കിക്കെതിരായ നടപടികൾ ആ നിലയ്ക്ക് പോകുമ്പോൾ അർജുനെ സഹായിച്ച ആളുകളെ കൂടി കണ്ടെത്തുക എന്നുള്ള അർജുനാങ്കിയുടെ അറസ്റ്റിന് പിന്നാലെയുള്ള പോലീസ് നീക്കങ്ങൾ പറയുകയായിരുന്നു നമ്മുടെ നിഖിൽ കണ്ണൂരിൽ നിന്ന്.